ഓരോ ചട്ടിക്ക് ഓരോ ആവശ്യമുണ്ട്. കാതുരുളി എന്നാണ് ഞങ്ങൾ ഇതിന് കൊടുത്തിട്ടുള്ള പേര്. ഉണ്ടോ, രണ്ട് സൈഡിലും കാതൊക്കെ ഉള്ള ഒരു ഉരുളി. ഇത് ശരിക്കും ഇത് നമുക്ക് ഇറച്ചി വെക്കാം, മീൻ വെക്കാം, പായസം വെക്കാം, പിന്നെ സാമ്പാർ വെക്കാം, അവിയൽ വെക്കാം, എന്ത് വെക്കാം. ഒരു ഉരുളിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് ഒരു 7 ഇഞ്ചിന്റെ മീൻചട്ടിയാണ്. 7 ഇഞ്ചിന്റെ ഈ മീൻചട്ടിയിൽ നമുക്ക് 1/2 കിലോ മീൻ വെക്കാം. 1/2 കിലോ മീൻ, പിന്നെ അതിന്റെ ചാറും കുന്തവും കുടച്ചക്കറവും ഗ്രേവി എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ഏകദേശം 1 കിലോ വരും. പക്ഷെ 1/2 കിലോ പച്ച മീൻ, കറി വെക്കാത്ത 1/2 കിലോ മീൻ നമുക്ക് ഈ 7 ഇഞ്ച് മീൻചട്ടിയിൽ വെക്കാൻ പറ്റും. ഇത് 8 ഇഞ്ച് മീൻചട്ടിയാണ്. ഇതിൽ നമുക്ക് 1 കിലോ മീൻ വെക്കാം. 9 ഇഞ്ച് മീൻചട്ടിയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 1.5 കിലോ വെക്കാം. 10 ഇഞ്ചിന്റെ മീൻചട്ടിയാണ്. ഇതിൽ നമുക്ക് 2 കിലോ മീൻ വെക്കാൻ പറ്റും. 2 കിലോ. 11 ഇഞ്ചിന്റെ മീൻചട്ടിയാണ് കണ്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് 3 കിലോ മീൻ വെക്കാം. ഇതാണ് നമ്മുടെ ഇറച്ചിച്ചട്ടി. നോക്കിക്കേ, ആഴം കൂടുതലുണ്ട്. അതായത് മീൻചട്ടി ഇറച്ചിച്ചട്ടി തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ആഴം കൂടുതലായിരിക്കും ഇറച്ചിച്ചട്ടിക്ക്, കുറച്ചും കൂടെ കനം ഉണ്ടാവും. അതാണ് ഈ ഇറച്ചിച്ചട്ടി മീൻചട്ടി തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഓൾറെഡി കാണിച്ചാണ് 8 ഇഞ്ചിന്റെ മീൻചട്ടി. ഇതും 8 ഇഞ്ചിന്റെ മീൻചട്ടിയാണ്. നോക്കിക്കേ, രണ്ടും തമ്മിലൊരു വ്യത്യാസവും ഇല്ല. ഒറ്റ വ്യത്യാസമുള്ളൂ. എന്താണ്? ഇതിനൊരു പിടിയുണ്ട്. പിടിച്ചട്ടി എന്ന് പറയും. സംഭവം മീൻചട്ടിയാണ്, അതിനൊരു പിടി വെച്ചിട്ടുള്ളൂ. ഇത് മീൻകറി വെക്കാൻ ഉപയോഗിക്കാം, ഇറച്ചിക്കറി വെക്കാൻ ഉപയോഗിക്കാം, പച്ചക്കറികളും തോരനും എല്ലാം വെക്കാൻ ഉപയോഗിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് കൈക്കൽ തുണിയൊന്നും ഇല്ലാതെ ഇത് എടുക്കാനും പിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. സാധാരണ നമ്മുടെ പാത്രങ്ങളിൽ കൊടില ഉപയോഗിക്കുക, ഇതിൽ കൊടില ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിടി. ഭയങ്കര നല്ല അടിപൊളിയാണ്. ഈ സാധനം ചൂടാവത്തില്ല പെട്ടെന്നോ. ഇവിടെ ചൂടായാലും ഇത് ചൂടാവത്തില്ല. അപ്പൊ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പിടിച്ചെടുത്ത് എടുക്കാൻ പറ്റും. കാണാനും രസമാണ്. നല്ല മൺകലമാണ് കേട്ടോ. നമ്മൾ അരി വെക്കാനാണ്. അരി വെക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അത് സാമ്പാറോ ഇതിനകത്ത് രസമോ മോരുകറിയോ വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നോർമലി നമ്മൾ ഇത് അരിക്കരം എന്നാണ് പറയാ. അതായത് 1/2 കിലോ അരി മുതൽ 1.5 കിലോ അരി വരെ കൊള്ളുന്ന വമ്പൻ അരിക്കലം വരെ നമ്മുടെ ഇതിലുണ്ട്. ഈ വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഇതാണ് കൂജ. ഒരു 2-2.5 ലിറ്റർ വെള്ളം കൊള്ളുന്ന കൂജ മുതൽ ഒരു 1/4 ലിറ്റർ വെള്ളം കുടിക്കുന്ന ചെറിയ മൊന്ത വരെ നമ്മുടെ ഇതിലുണ്ട്. ഇത് നമ്മുടെ സാമ്പാർ രസമൊക്കെ വെക്കുന്ന കലമാണ് കേട്ടോ. ഇത് കറുപ്പും ചുമപ്പും ഉണ്ട്. 1/2 കിലോ മുതൽ 1.5 കിലോ 2 കിലോ വരെയുള്ള സൈസുകൾ നമുക്കുണ്ട്. കൂടുതൽ ആളുകൾ ഈ സാധനം എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയോ? നല്ല അടുപ്പിൽ അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് ബീഫ് വറ്റിച്ചെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഐറ്റം ആണിത്. ഇത് നമ്മുടെ ചീനച്ചട്ടി കേട്ടോ. ഇത് കുഞ്ഞപ്പനാണ്, കണ്ടില്ലേ? 8 ഇഞ്ചിന്റെ. ഇത് 8 ഇഞ്ച്, 9 ഇഞ്ച്, 10 ഇഞ്ചുണ്ട്. ഇത് തോരൻ വെക്കാം, കറി വെക്കാം, മീൻ വറക്കാം, അപ്പം ഉണ്ടാക്കാം. മൾട്ടി പർപ്പസ് ആണ് ഈ സാധനം. ഇതും കറുപ്പുണ്ട് ചുമപ്പുണ്ട്. ഇതിന് കലച്ചട്ടി എന്നാണ് പറയാ. കൽച്ചട്ടിയില്ലേ, കൽച്ചട്ടി, കല്ലും കൊണ്ടുള്ള ചട്ടിയുടെ അതേ ഷേപ്പും സൈസും ഒക്കെയാണ്. അതുകൊണ്ടാണ് നമ്മളിത് കൽച്ചട്ടി എന്ന് പേരിട്ടത്. അതായത് മോരുകറി, ഇഞ്ചമ്പുളി, ഇഞ്ചിക്കറി, തൈര് കറി, അങ്ങനത്തെ കറികളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് സെർവ് ചെയ്യാനും ഇത് ഉപയോഗിക്കാം. ഇതിന്റെ ഈ പറഞ്ഞ പോലെ 3 സൈസ് ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം മയക്കിയ ചട്ടി ആണ് കൊടുക്കുന്നതെങ്കിലും മയക്കാൻ ആവശ്യമില്ലാത്ത മയക്കണ്ടാത്ത ചില ഇനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതാ മണ്ണിന്റെ പ്ലേറ്റ് കേട്ടോ. ചോറുണ്ടാനും സെർവ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി മണ്ണിന്റെ പ്ലേറ്റ്സ്. കറികളൊക്കെ വിളമ്പി മേശപ്പുറത്ത് കൊണ്ടുവെക്കാനും തൈര് ഉറയൊഴിക്കാനും ഒക്കെ പറ്റിയ നല്ല ബെസ്റ്റ് ബൗള് കണ്ടാ. ചട്ടികൾ മൂടാൻ പറ്റുന്ന നല്ല കിടിലൻ അടപ്പുകൾ. ഇത് രണ്ടും ഒരേ ചട്ടിയാണ്. ഒന്നില് പിടിയില്ല, ഒന്നില് പിടിയുണ്ട്, അത്രേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ചട്ടിച്ചോറില്ലേ, അത് സെർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം ചൂടാൻ ഉണ്ടാക്കാം, ഓട്ടട ചൂടാം. ഇനി അതൊന്നുമില്ല, മീൻ വറക്കാം, തോരൻ വെക്കാം. മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ചട്ടിയാണ് നമ്മുടെ ഈ ചട്ടിച്ചോറ്, പത്തിരി, അപ്പ ചട്ടി. അതിന് പിടിയും കൂടെ ഉണ്ടെങ്കിൽ പാലപ്പവും കൂടെ നമുക്ക് ചൂടാൻ പറ്റും. രണ്ടും ഒരേ പർപ്പസ് ആണ്. ഒന്നിന് പിടിയുണ്ട്, ഒന്നിന് പിടിയില്ല. കണ്ടോ, ഇതൊക്കെ ഇത് പാക്ക് ചെയ്ത് ഇന്ന് പോകാൻ വേണ്ടി വെച്ചേക്കുന്ന ചട്ടികളാണ് കേട്ടോ. ഇത് തിരുവനന്തപുരത്തേക്ക്, ഇത് കണ്ണൂര്, ഇത് പത്തനംതിട്ട, ഇത് ഇടുക്കി. അതായത് നമ്മൾ കേരളത്തിന്റെ ഏകദേശം കണ്ണൂർ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും മാത്രമല്ല ഇന്ത്യ മൊത്തം നമ്മൾ അയക്കുന്നുണ്ട്. നിങ്ങളപ്പോൾ ഒരു കാര്യം, പലരും എന്നോട് ചോദിച്ചു ചട്ടിക്ക് വില കൂടുതലാണ് അന്നമ്മേന്ന്. അതിൻ്റെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ, ഈ ഒരു കാർഡ്ബോർഡ് പാക്കറ്റിന് നമ്മൾ 55 രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു കാർഡ്ബോർഡ് പാക്കറ്റ് വാങ്ങുന്നത്. സാധാരണ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെയല്ല. അതേ ഇത്രയും കനമുള്ള മെഷീൻ വെച്ച് വീർപ്പിക്കുന്ന ഇങ്ങനത്തെ ബബിൾ പാക്ക് വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത്. ഏകദേശം ഒരു ചട്ടിക്ക് 2 മീറ്റർ നമുക്ക് വേണ്ടി വരും. 2 മീറ്റർ നമുക്ക് ബബിൾ പാക്ക് വേണ്ടി വരും. ഇത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുത്തിക്കുന്നതാണ്. ആകെ ഇന്ത്യയിൽ ഒരാളെ ഇത് ഉണ്ടാക്കുന്നുള്ളൂ. അവിടുന്ന് വരുത്തിക്കുന്നതാണ് ഈ സാധനം. അപ്പൊ അതിന്റെ ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് ഊഹിക്കാലോ അല്ലെ. ഈ വർഷം കഴിയാറായി, പുതിയ വർഷം തുടങ്ങുകയാണ്. നമുക്ക് എന്ത് സാധനത്തിലും നമുക്ക് പാചകം ചെയ്യാം, എന്തും നമുക്ക് പാചകം ചെയ്യാം. എല്ലാവരോടും ചട്ടി വാങ്ങാൻ ഞാൻ പറയത്തില്ല. നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ചും ഗ്യാസിൽ വെച്ചും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒറ്റ കാര്യം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ചട്ടി സോപ്പ് ഉപയോഗിച്ച് കഴുകരുത്, മെറ്റൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകരുത്. തുണിയോ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറോ ഉപയോഗിക്കുക. കടലമാവോ അരിപ്പൊടിയോ ഉപയോഗിക്കാം, ചാരം ഉപയോഗിക്കാം.
മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ചെറിയ തീയിൽ, ഗ്യാസിലാണെങ്കിൽ ചെറിയ തീയിൽ അടച്ചു വെച്ച് പാചകം ചെയ്യുക. ചൂടോടെ വെള്ളത്തിലിട്ട് കഴുകരുത്. ഇനി കുക്ക് ചെയ്ത് ഉടനെ പെടോന്നെടുത്ത് സ്ലാബിലേക്ക് വെക്കരുത്. കാരണം സ്ലാബിൽ വല്ല വെള്ളവും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എഡ്ജ് കാരണം പൊട്ടും. എപ്പോഴും നമുക്ക് തെരുക കിട്ടും അല്ലേ, പ്ലാസ്റ്റിക്കിന്റെ അല്ല റബ്ബറിന്റെയോ സ്റ്റീലിന്റെയോ മണ്ണിന്റെയോ ഒക്കെ തെരുക കിട്ടും, അതിലേക്ക് നമ്മൾ ഇറക്കി വെക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങൾ നമ്മുടെ ചട്ടി നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കുന്നത് ഓരോ ചട്ടിയും കൈ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കളിമണ്ണ് കുഴച്ച് ഒരു മായവും ചേർക്കാതെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചട്ടിയാണ്. എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഓരോ സ്റ്റേജും നടത്തുന്നത്. ഒരു കെമിക്കലോ ഒരു കളറോ നമ്മൾ ചേർക്കുന്നില്ല. ഈ ഒരു ഉറപ്പ് എന്നും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നും ഈ 2 വർഷമായിട്ടും നിങ്ങൾക്ക് ഇത്രയും നന്നായിട്ട് ചട്ടി തരുന്നത്. മാത്രമല്ല, ഇത്രയൊക്കെ സേഫ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വിട്ടാലും ഒരു 10-20 എണ്ണം പോകും, വിടുമ്പോൾ ഒരെണ്ണമെങ്കിലും പൊട്ടാറുണ്ട്. കാരണം കൊറിയറുകാർ അതുപോലെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ പൊട്ടിയാൽ 100% ഫ്രീ ആയിട്ട് നമ്മളത് റീപ്ലേസ് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് വാങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യുക. വിളിക്കാതിരിക്കുക, പരമാവധി മെസ്സേജ് അയക്കുക. വാട്സാപ്പിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നുമില്ല, ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം അന്നമ്മ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.